അൽ ഹയ്യുൽ ഖയ്യൂം എന്നീ രണ്ട് നാമങ്ങൾ വന്നിട്ടുള്ളത് മിക്ക വചനങ്ങളിലും ഒന്നിച്ചു ചേർന്നാണ്. ഈ നാമങ്ങൾ തേടുന്നതും അർത്ഥമാക്കുന്നതും എന്താ? അള്ളാഹുവിനാണ് സമ്പൂർണമായ ഹയാത്ത്, കാമിലുൽ ഹയാത്ത് അത് അള്ളാഹുവിനാണ് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലും അള്ളാഹുവിൻ്റെ നടത്തിപ്പിലുമാണ് എല്ലാം എന്നുള്ളതാണ്. ആ വിഷയം ഒന്നുകൂടി ഉൾക്കൊള്ളാൻ നമുക്ക് ചില ചരിത്രങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിഷയങ്ങൾ നമ്മളുടെ മനസ്സിൽ പിടിപ്പിച്ചു നിർത്തും. ദുനിയാവിൽ അള്ളാഹുവിൻ്റെ പടപ്പുകൾ എത്ര ഊക്കുള്ളവരായാലും എത്ര കെൽപ്പുള്ളവരായാലും അവർക്കൊക്കെ മരണമുണ്ട്. അവരെല്ലാവരും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലും അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിലും കീഴിലാണ്. അവരുടെ തീരുമാനങ്ങളും അവരുടെ ഉദ്ദേശങ്ങളും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ, തീരുമാനിച്ചിട്ടില്ല എങ്കിൽ അതൊരിക്കലും ഫലപ്പെടുകയോ വിലപ്പോവുകയോ ഇല്ല എന്നുള്ളതാണ്. ഖലീഫ ഹാറൂൻ അർ-റഷീദ്, അബ്ബാസി ഖിലാഫത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഖലീഫയാണ് ഹാറൂൻ റഷീദ്. ഹാറൂൻ റഷീദിനെ കേൾക്കാത്തവരുണ്ടാവില്ല. അബ്ബാസി ഖുലഫാക്കളിൽ അബുൽ അബ്ബാസ് സഫാഹ്, അബു ജാഫറുൽ മൻസൂർ, ഹാദി, മഹ്ദി, പിന്നീട് വന്ന ഖലീഫയാണ് ഹാറൂൻ റഷീദ്. ഹാറൂൻ റഷീദ് വളരെ നിപുണനായ ശക്തനായ ഭരണാധികാരിയായിരുന്നു. അബ്ബാസികളുടെ ഖിലാഫത്ത് അനുസ്മരിച്ചാൽ ആദ്യം ഓർക്കുന്നത് ഈ ഹാറൂൻ റഷീദിനെ ആയിരിക്കും. എന്തുകൊണ്ട്? അബ്ബാസികളുടെ ഖിലാഫത്തിൽ നാഗരികതയുടെ ഭരണാധികാരിയായിട്ടാണ് ഹാറൂൻ റഷീദ് അറിയപ്പെടുന്നത്. ഒരു മഴക്കാർ ഹാറൂൻ റഷീദിൻ്റെ കൊട്ടാരത്തിന് മുകളിലേക്ക് ഇങ്ങനെ വന്നാൽ ഹാറൂൻ റഷീദ് പറയുമെന്നാണ്, അംതിരി അന്നാശിത് ഫഇന്ന ഖറാജകി സൗഫ യഅതീനി. കാർമുകിലിനോട് പറയുന്നതാണ്, എവിടെ പോയിട്ടെങ്കിലും പെയ്തോ, നീ എവിടെ പെയ്ത് കൃഷി മുളച്ചാലും ഉൽപ്പന്നങ്ങൾ വന്നാലും അത് എൻ്റെ അടുക്കലേക്ക് വരുന്നതാണ്. അത്രമാത്രം വികസിതമായ ഒരു രാഷ്ട്രത്തിൻ്റെ ഖലീഫയായിരുന്നു ഹാറൂൻ അർ റഷീദ്. പക്ഷേ ഹാറൂൻ റഷീദ് തൂസിൽ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെയ്യൂക്കോ സൈനിക ബലോ അധികാര വിദൂര പരിധിയോ പരിചാരകരോ സംരക്ഷകരോ കാവൽ ഭടന്മാരോ ഒന്നും അദ്ദേഹത്തിന് ഉപകരിച്ചില്ല. ദുനിയാവിലെ രാജാവ് മരണക്കിടക്കയിൽ സക്രാത്തിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ സക്രാത്തിൻ്റെ സമയത്തിലേക്ക് അടുക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സൈന്യത്തെ ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു, സൈന്യരെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ സൈന്യം ഒരുമിച്ച് കൂടി. അങ്ങനെ സൈന്യത്തിന് നേരെ തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് നോക്കി ഹാറൂൻ റഷീദ് ആകാശത്തിലേക്ക് നോക്കി കരയുകയാണ്. എന്നിട്ടെന്താ പറഞ്ഞത്? യാ മൻ ലാ യസൂലു മുൽക്കുഹു ഇർഹൻ മൻസാല മുൽക്കുഹു. അധികാരം നീങ്ങിപ്പോകാത്തവനെ, അധികാരം നീങ്ങിപ്പോയവനോട് കരുണ കാണിക്കണമേ എന്നാണ്. ഹാറൂൻ റഷീദ് പ്രജകൾക്ക് വാത്സല്യമുള്ള ഭരണാധികാരിയായിരുന്നു, പ്രജകളോട് വാത്സല്യമുള്ള ഭരണാധികാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാറൂൻ റഷീദിൻ്റെ ഈ വർത്തമാനത്തിൽ അന്ന് നാട് തേങ്ങി എന്നാണ് ചരിത്രം. എന്താ ഇവിടെ ഹാറൂൻ റഷീദ് പറയുന്നത്? ഒരിക്കലും അധികാരം നീങ്ങിപ്പോകാത്തവനെ, അധികാരം നീങ്ങിപ്പോയവനോട് നീ കരുണ കാണിക്കണമേ എന്നാണ്. അപ്പോൾ ഈ ദുനിയാവിൽ എത്ര കായിക ബലവും ആയുധബലവും ആൾബലവും ഉണ്ടെങ്കിലും അവരുടെയൊന്നും ഹയാത്ത് അത് ശാശ്വതമല്ല, അത് സമ്പൂർണ്ണമല്ല. പിന്നെയോ അത് ന്യൂനമാണ്, കുറവുള്ളതാണ്. അതിന് മരണം, നാശം, ഇല്ലായ്മ എന്നുള്ള
വിശേഷണങ്ങളുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞില്ല. ഹാറൂൺ റഷീദിൻ്റെ ചരിത്രം കുറേ പാഠങ്ങൾ സമ്മാനിക്കുന്ന ചരിത്രമാണ്. ഹാറൂൺ റഷീദിന് 14 മക്കളുണ്ട്. അതിൽ ആദ്യത്തെ മകൻ അമീൻ, രണ്ടാമത്തെ മകൻ മഅ്മൂൻ, പിന്നെ മുഅ്തമിൻ, നാലാമത്തേത് അൽ മുഅ്തസിം ബില്ലാ. ഹാറൂൺ റഷീദിൻ്റെ അമീൻ, മഅ്മൂൻ, അതേപോലെ മുഅ്തമിൻ തുടങ്ങിയ മക്കൾ ഹാറൂൺ റഷീദ് കല്യാണം കഴിച്ച അറബി സ്ത്രീകളിലുണ്ടായ ഭാര്യമാരിലുണ്ടായ കുട്ടികളാണ്. മുഅ്തസിം ബില്ലാ അനറബി ഭാര്യയിലാണ്. തുർക്കിയിൽ നിന്ന് അയാൾ ഹാറൂൺ റഷീദ് കല്യാണം കഴിച്ച സ്ത്രീയിലാണ് മുഅ്തസിം ബില്ലാ കുട്ടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഹാറൂൺ റഷീദിൻ്റെ തീരുമാനം ഒരിക്കലും മുഅ്തസിം ബില്ലക്ക് ഭരണം കിട്ടരുത് എന്നാണ്. തൻ്റെ മരണശേഷം ഭരണം ഒരിക്കലും മുഅ്തസിം ബില്ലക്ക് വരരുത് എന്നാണ്. എന്താണ് ഹാറൂൺ റഷീദ് ചെയ്തത്? അന്നത്തെ പ്രമാണിമാരെയും മുഖ്യന്മാരെയും കൊട്ടാര വിദൂഷകന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഒരു കരാറുണ്ടാക്കി, ഒരു തീരുമാനം. ആ തീർപ്പിൽ എഴുതി, അമീൻ ആദ്യത്തെ ഭരണാധികാരി, എൻ്റെ മരണശേഷം മൂത്ത മകൻ, പിന്നെ മഅ്മൂൻ, പിന്നീട് മുഅ്തമൻ. ഭരണം ആർക്ക് കൊടുക്കാൻ പാടില്ല? മുഅ്തസിം ബില്ലക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇത് ഹാറൂൺ റഷീദ് എഴുതി കഅബയിൽ തൂക്കി. എന്തിനാ കഅബയിൽ തൂക്കിയത്? അത് രാജകീയമായ തീരുമാനമാണ്, ഒരിക്കലും എതിര് പ്രവർത്തിക്കാൻ പാടില്ലാത്ത തീരുമാനമാണ് എന്ന നിലക്കാണ് ഹാറൂൺ റഷീദ് അന്ന് അപ്പണി ചെയ്തത്. ഹാറൂൺ റഷീദ് മരിച്ച്, തൂസിൽ വെച്ച് മരിച്ച്. വസിയ്യത്ത് ചെയ്തതുപോലെ പിന്നീടത്തെ ഭരണാധികാരി ഹാറൂൺ റഷീദിൻ്റെ മക്കളാണ്. ആദ്യത്തെ ഭരണാധികാരി അൽ അമീൻ വന്ന്, അമീൻ ഭരണം നടത്തിക്കൊണ്ടിരിക്കെ മഅ്മൂൻ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ചില വടംവലികൾ നടത്തി. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു താഹിർ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് ചതിയിലൂടെ അമീനെ വധിച്ച് അമീൻ മരിച്ച്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഭരണാധികാരി സ്വാഭാവികമായിട്ട് മഅ്മൂനാണ്. മഅ്മൂൻ ഭരണാധികാരിയായി. മഅ്മൂൻ കുറേ കാലം ഭരണം നടത്തി. മഅ്മൂൻ ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ തന്നെ മൂന്നാമത്തെ ഹാറൂൺ റഷീദിൻ്റെ വസിയ്യത്ത്, ഇനി ഭരണാധികാരിയുടെ മുഅ്തമനാണ്. ആ മുഅ്തമൻ എന്ന് പറയുന്ന വ്യക്തി മരിച്ചു. മഅ്മൂൻ പിന്നീട് മരിച്ചു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ഒരു പ്രാർത്ഥനയെ തുടർന്നാണ് മഅ്മൂൻ്റെ ഭരണം. കാരണം മഅ്മൂൻ ബിദഈ കക്ഷികൾക്ക് രാഷ്ട്രീയ ഫലം നൽകിയിരുന്ന ഒരു ദുഷ്ടനായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ പീഡിപ്പിക്കുക, മഹത്തുക്കളെ അടിച്ചു ഒതുക്കിയും അവരുടെ ജീവൻ ഹനിക്കും വിധം പ്രഹരിക്കുക, ഇതായിരുന്നു മഅ്മൂൻ്റെ ജോലി. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ വളരെ മോശമായ രീതിയിലാണ് ഈ മഅ്മൂൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രത്തിൽ മഅ്മൂൻ്റെ മരണം രേഖപ്പെടുത്തപ്പെട്ടത് കാണാൻ സാധിക്കും. ഏതായാലും മഅ്മൂനും മരിച്ചു. അടുത്ത ഭരണാധികാരി ആര്? അടുത്ത ഭരണാധികാരി ഹാറൂൺ റഷീദ്. ആർക്കാണ് ഭരണം കൊടുക്കരുത് എന്ന് എഴുതി തീർപ്പാക്കി കഅബയിൽ കെട്ടിത്തൂക്കിയത്? ആ മുഅ്തസിം ബില്ലയാണ് അടുത്ത ഭരണാധികാരി. മുഅ്തസിം ബില്ലയുടെ കയ്യിൽ ഭരണം വന്നു. മുഅ്തസിം ബില്ല ഭരിച്ചു എന്ന് മാത്രമല്ല, എങ്ങനെ ഭരിച്ചു? അബ്ബാസികളുടെ ഖിലാഫത്തിൽ മുഅ്തസിം ബില്ലയ്ക്ക് ശേഷം മുഅ്തസിം ബില്ലയുടെ മക്കളോ പേരമക്കളോ അല്ലാതെ മറ്റൊരു ഭരണാധികാരി വന്നിട്ടില്ല എന്നുള്ളതാണ് അധികാരത്തിൽ. അമീൻ്റെ മക്കളുണ്ട്, പേരമക്കളുണ്ട്. മഅ്മൂൻ്റെ മക്കളുണ്ട്, പേരമക്കളുണ്ട്. അവർക്കൊന്നും ഭരണത്തിൻ്റെ ഏഴരികത്തിൽ എത്താൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, മുഅ്തസിം ബില്ല ഭരിച്ചു 8 വർഷവും 8 മാസവും 8 ദിവസവും. മുഅ്തസിം ബില്ലയുടെ ഭരണമാണ്. മുഅ്തസിം ബില്ലൻ്റെ മരണത്തിന് ശേഷം മുഅ്തസിം ബില്ലയുടെ മക്കളാണ് ഭരണം നടത്തിയത്. അബ്ബാസികളുടെ ഖിലാഫത്ത് എത്ര വർഷങ്ങൾ നീണ്ടു നിന്നിട്ടുണ്ട്? പിൽക്കാലത്ത് 7-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ അബ്ബാസികളുടെ ഖിലാഫത്ത് നിലനിന്നിട്ടുണ്ട്. ആ നീണ്ട കാലയളവിലൊക്കെ ഭരണം നിന്നത് ആരിൽ മാത്രമാണ്? മുഅ്തസിം ബില്ലൻ്റെ മക്കളിലാണ്. മുഅ്തസിം ബില്ല തന്നെയും 8 വർഷം 8 മാസം 8 ദിവസം. മുഅ്തസിം ബില്ലനെ ചരിത്രത്തിൽ പറയപ്പെടുന്നത് അൽ മുസമ്മിൻ എന്നാണ്.
എന്താ മുസമ്മിൻ എന്ന് പറഞ്ഞാൽ? 8 എന്ന എണ്ണസംഖ്യ മുഅ്തസിം ബില്ലയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുസമ്മിൻ എന്നാണ് പറയാറുള്ളത്. എന്തുകൊണ്ട്? ഹാറൂൺ റഷീദിൻ്റെ 14 മക്കളിൽ 8ാമത്തെ മകനാണ് മുഅ്തസിം ബില്ല. അബ്ബാസി ഖുലഫാക്കളിൽ 8ാമനാണ് മുഅ്തസിം ബില്ല. അബ്ബാസി ഖുലഫാക്കളിൽ 8ാമൻ എന്ന് പറഞ്ഞാൽ അബുൽ അബ്ബാസ് സഫാഹ്, അബൂ ജാഫറുൽ മൻസൂർ, പിന്നെ ഹാദി, മഹ്ദി, അമീൻ, മഅ്മൂൻ, പിന്നെ അല്ല സഫാഹ്, മൻസൂർ, ഹാദി, മഹ്ദി, ഹാറൂൺ റഷീദ്, പിന്നെ അമീൻ, മഅ്മൂൻ, മുഅ്തസിം ബില്ല 8ാമനാണ്. അപ്പോൾ ഹാറൂൺ റഷീദിൻ്റെ 8ാമത്തെ മകൻ, അബ്ബാസി ഖുലഫാക്കളിൽ 8ാമൻ. ഈ മുഅ്തസിം ബില്ലക്ക് 8 ആൺമക്കളാണ്, 8 പെൺമക്കളുമാണ്. നാൽപ്പത്തിയെട്ടാമത്തെ വയസ്സിലാണ് അയാൾ മരിക്കുന്നത്. ഭരണകാലം 8 വർഷവും 8 മാസവും 8 ദിവസവുമാണ്. റബീഉൽ അവ്വൽ 22-നാണ് അദ്ദേഹം മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രം പറയുന്നത് അയാൾ മരിക്കുമ്പോൾ റബീഉൽ തികയുവാൻ 8 ദിവസമാണ്. ഇങ്ങനെ 8മായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകത കൊണ്ടാണ് അൽ മുസമ്മിൻ എന്ന മുഅ്തസിം ബില്ലക്ക് പറയുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, അൽ മുഅ്തസിം ബില്ല എന്ന് പറയുന്ന ഈ ഭരണാധികാരിയെ ഒരിക്കലും ഭരണത്തിൽ എത്തിക്കരുത് എന്ന് വാപ്പാൻ്റെ തീരുമാനം. കാരണം ഉമ്മ അനറബിയാണ് എന്നുള്ളതുകൊണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അൽ ഖയ്യൂം. ദുനിയാവിലെ ഭരണാധികാരികൾ എത്ര കയ്യൂക്കും മെയ്യൂക്കും ഉള്ളവരാണെങ്കിലും, ആൾബലവും ആയുധബലവും ഉള്ളവരാണെങ്കിലും അവരൊന്നും ഖയ്യൂമല്ല. അവർക്ക് ആലങ്കാരികമായി രാജാക്കന്മാർ എന്ന് പറയാം, അധിപന്മാർ എന്ന് പറയാം. പക്ഷേ അവരും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിനും മേൽക്കോയ്മക്കും വിധേയരാണ്. എല്ലാവരെയും അടക്കി വാഴുന്നവനും ഭരിക്കുന്നവനുമാണ് അൽ ഖയ്യൂമായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അൽ മുഅ്തസിം ബില്ല ഇതിൽ മറ്റൊരു ഉദാഹരണം. എന്താ അൽ മുഅ്തസിം ബില്ലൻ്റെ പ്രത്യേകത? അൽ മുഅ്തസിം ബില്ല വളരെയധികം ശാരീരികമായി കെൽപ്പുള്ള, ബോഡി ഫിറ്റായ ഭരണാധികാരിയാണ്. ഈ ഭരണാധികാരികളുടെ ചരിത്രത്തിൽ മുഅ്തസിം ബില്ലക്ക് 4 ഭാര്യമാരും 150ഓളം അടിമ സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നാണ്. വളരെ കെൽപ്പുറ്റ ഒരു ഭരണാധികാരിയായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അയാൾ മസിലിങ്ങനെ പിടിച്ചിട്ട് കത്തി ഓട്ടാൻ പറയുന്നതാണ്. മസിലിൽ നമ്മൾ ടയറുമ വരക്കും പോലെ ആയിരുന്നു എന്നാണ്. അത്ര ഊക്കാൻ. കാല് അയാളുടേത് നിലത്ത് ബന്ധിക്കും, മുഅ്തസിം ബില്ലൻ്റെ. എന്നിട്ട് കുതിരയെ മുന്നിലൂടെ നടത്തിക്കും. ആ കുതിര മുന്നിലൂടെ പോയി തീർന്നതിന് മുമ്പ് ഈ കാല് ബന്ധിച്ചത് മുഅ്തസിം ബില്ല ചാടി പൊട്ടിക്കും. എന്നിട്ട് കുതിരയെ എടുത്ത് ചാടുന്നതാണ്. അത്ര കെൽപ്പായിരുന്നു മുഅ്തസിം ബില്ലക്ക്. അങ്ങനെ കെൽപ്പുള്ള, ശാരീരികമായി ബോഡി ഫിറ്റുള്ള, ബലമുള്ള മുഅ്തസിം ബില്ല 48ാമത്തെ വയസ്സിൽ യൗവനത്തിൻ്റെ നിറവിൽ, പൗരുഷത്തിൻ്റെ ചുറുചുറുക്കിൽ മരണക്കട്ടിലിൽ കിടക്കുക. അപ്പോൾ പണ്ഡിതന്മാരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇന്ന് എന്താണ്? ആ പണ്ഡിതന്മാർ പറയാണ്, തമൂതുല്യവും, നിങ്ങളെ മരണമാണ്. അപ്പോൾ ചോദിക്കണം, അമൂതുല്യവും, ഞാൻ ഇന്ന് മരിക്കുമോ? അത് പറയണ, മരിക്കും, നിങ്ങളുടെ രോഗം അങ്ങനെയാണ്. കട്ടിൽ നിന്നിറങ്ങി മുഅ്തസിം ബില്ല നിലത്ത് കിടന്നിട്ട് കരയാണ്. വല്ലാഹി ലൗ കുൻതു അദ്രി അന്നനി അമൂതു ഫി ശബാബി മാ ലഹൗതു അൻ ദിക്രില്ലാഹി സഅ. എന്താ മുഅ്തസിം ബില്ല പറഞ്ഞത്? എൻ്റെ യൗവനത്തിൽ ഞാൻ മരിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു സമയമെങ്കിലും അള്ളാഹുവെ സ്മരിക്കുന്നതിനെ തൊട്ട് ഞാൻ വ്യാപൃതനാകുമായിരുന്നില്ല, പടച്ചോനെ ഓർക്കാതിരിക്കുമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. കണ്ട, എത്ര മെയ്യൂക്കുള്ള വ്യക്തിയാണ്. മരണദൂതൻ വന്ന് കവാടം മുട്ടിയപ്പോൾ മരണത്തിന് കീഴ്പ്പെടേണ്ട, മരണദൂതന് ഉത്തരമേകേണ്ടതായ സ്ഥിതിവിശേഷം അതാണ് ഈ മെയ്യൂക്കുള്ള, കയ്യൂക്കുള്ള ഭരണാധികാരിക്കുണ്ടായത്. അപ്പോൾ ആരാണ് അൽ ഹയ്യ്?
ആരാണ് അൽ ഖയ്യൂം? മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് അൽ ഹയ്യുൽ ഖയ്യൂം.